ഹലോ ഗീസ്, ഞങ്ങൾ ഫ്രണ്ട്സ് ആയിട്ട് ഇവിടുന്ന് തഞ്ചാവൂർ പോവുകയാണ്. റീൽസിലേക്ക് വൈറലായ സ്ഥലം കാണാൻ വേണ്ടി. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എങ്ങനെ പോകണമെന്നാണ് ഞങ്ങൾ ഇന്ന് കാണിക്കാൻ പോണത്. അപ്പോൾ ഓക്കെ, ബാക്കി വിശേഷങ്ങളിലേക്ക് പോവാം. ഹലോ ഗീസ്, ഒരു 10 മണിക്കൂറിന് ശേഷം ഞങ്ങൾ തഞ്ചാവൂർ എത്തിയിരിക്കുകയാണ്. ഹലോ സുഹൃത്തുക്കളെ, ഞങ്ങളുടെ സുഹൃത്തുക്കളാണ് ഇത്. എൻ്റെ സുഹൃത്തുക്കളാണ് ഇത്. ഞങ്ങളൊരു ഗ്യാങ്ങായിട്ട് വന്നത്. ഞങ്ങളിനി ഫുഡ് കഴിക്കാനുള്ള സ്പോട്ടിലേക്ക് തപ്പി പോവുകയാണ്. ഒരു ഭ്രാന്തനെ പോലെ ഇനി ഞങ്ങൾ പല സ്ഥലത്തും അലയാൻ പോവുകയാണ്. പ്രത്യേകിച്ച് പ്ലാൻസ് ഒന്നുമില്ല, അതുകൊണ്ട് എന്നതാ കാണുന്നത് അതായിരിക്കും ഇനി നടക്കാൻ പോണത്. ഇങ്ങനത്തെ ചിലപ്പോൾ ഒരു പരിചയമില്ലാത്ത ഫ്രെയിംസ് നിങ്ങൾ കാണിച്ചു തരാം. ഗൈസ്, പിന്നെ നമ്മളിവിടെ വരുമ്പോഴത്തേനും ഇതുപോലത്തെ പൂക്കളൊക്കെ തൂക്കിയിട്ടേക്കുന്ന കടകൾ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഈ തമിഴന്മാരുടെ വണ്ടി അതുപോലെ തന്നെ അവിടെയും പൂക്കൾ കാണാൻ പറ്റും. ഇതാണ് ഗൈസ് ഞങ്ങളുടെ തഞ്ചാവൂർ പാവ. മെയിൻ സാധനം തഞ്ചാവൂരിലെ. ചെറിയ സാധനത്തിന് 350 പറഞ്ഞത്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇത് മേടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ വീടെത്തുമ്പോഴത്തേനും പൊടി പോലെ ആവുമോ, മറ്റേ പൊട്ടുപൊടി പോലെയൊക്കെ ആവുമെന്ന് സംശയമുണ്ട്. അതുകൊണ്ട് റിസ്ക് എടുക്കാൻ താല്പര്യമില്ല. ഇതിന് 50 രൂപയെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് സമ്മതിച്ചിട്ടുണ്ട്. എനിക്ക് ഒരുപാട് സന്തോഷമായി. തമിഴിൽ എന്തൊക്കെയോ പറയാനുണ്ട്, എനിക്ക് തമിഴ് അറിയത്തില്ലാത്തതുകൊണ്ട് ഓക്കെ നമ്മളൊരു നന്ദി കാട്ടുക. താങ്ക് യു. ഓക്കെ. ഹലോ ഗൈസ്, ഇതാണ് ഷെയർ ഓട്ടോ. ഇതിൽ പെർ ഹെഡ് 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ മറ്റേ അമ്പലത്തിൻ്റെ അവിടെ കൊണ്ടുവിടാമെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. പക്ഷേ ഞങ്ങൾ നാളെയാണ് അമ്പലത്തിൽ പോകുന്നത്. ഇന്ന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾ ബാക്കി പരിപാടിയിലേക്ക് പോകുന്നു. ഇതാരാ ഫ്രെയിമുള്ള അമ്മമാരോടൊക്കെ ഉണ്ട്. റൂമിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വന്നതാണ്. ഓക്കെ, ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം. പിന്നെ ഇവിടെ നിന്ന് ആയുധ പൂജയാണ്. അപ്പോൾ അതുകൊണ്ട് ഹോട്ടലുകളിൽ കൂടെ ഒന്നും നമുക്ക് മറ്റേ ഇത് കിട്ടില്ല കേട്ടോ. എൻ്റെ പേരെന്താ, നോൺ വെജ് ഐറ്റംസ് ഒന്നും കിട്ടില്ല. അതുപോലെ തന്നെ ഇത് ഇവന്മാരുടെ വണ്ടിക്കകത്ത് ഇങ്ങനത്തെ വാഴയും ചെടികളും ഇവന്മാരുടെ സ്ഥാപനത്തിന് വേണ്ടി കൂടെ നമുക്ക് ചെടികളൊക്കെ കാണാൻ പറ്റും. ഞാൻ തഞ്ചാവൂർ വന്നപ്പോൾ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളെ കിട്ടി. അതിൻ്റെ ഒക്കെ എങ്ങുവാ തഞ്ചാവൂർ ഒന്ന് അടി മേടിക്കാനുള്ള സകല പരിപാടി നമ്മളിവിടെ ഒപ്പിക്കുന്നുണ്ട്. ഇതാരാ തന്നെ ആടെന്തോ തിന്നുന്നു. ഞങ്ങൾ ജിഗർദണ്ഡ ട്രൈ ചെയ്തു, കുഴപ്പമില്ല. ഓക്കെ, ഓവർ. 6 മണിയായി. ഇവിടെ കലക്കം വരികയാണ്. അപ്പോൾ ഈ സമയത്ത് ഞങ്ങൾ കിടന്ന് ഉറങ്ങുകയായിരുന്നു. ഇതാണ് തഞ്ചാവൂർ മുനിസിപ്പാലിറ്റിയുടെ ബിൽഡിങ്. പോവാം. ഞങ്ങൾ 3 പേരുള്ളൂ കേട്ടോ. ബാക്കിയുള്ളവന്മാരൊക്കെ അവിടെ ചത്തിടന്ന് ഉറങ്ങും. അവിടെ വെടി വെക്കാൻ പോവുകയാണ്. ആൽബി പീറ്റർ കാണികളായിട്ട് ഞങ്ങൾ ஷேர் பண்ண முடியுமா? തുടക്കം തന്നെ വിളിച്ചു. ഇതാണ് ഇതിൻ്റെ നൈറ്റിലെ വ്യൂ. ഞങ്ങൾ റൂമിൽ നിന്ന് പറയുകയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. മറ്റേ അമ്പലത്തിൻ്റെ മറ്റേ ടോപ്പിലത്തെ സാധനമാണ് ആ കാണുന്നത്. രാവിലെ കുളിച്ചൊരുങ്ങി ഞങ്ങൾ എല്ലാവരും പോകാൻ തുടങ്ങിയാണ് സുഹൃത്തുക്കളെ. ഗൈസ്, തഞ്ചാവൂർ ബൃഹദീശ്വര ടെമ്പിളിലേക്ക് പോവുകയാണ്. ഇതിൽ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുണ്ടാണ് കൊടുത്തേക്കണത്. ഹലോ ഗൈസ്, ഞങ്ങൾ ഷെയർ ടാക്സിയിലാണ് പോകുന്നത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ആയിട്ട് നടക്കുള്ളൂ. ഇത് ആരായിരിക്കണേ? എന്തായി 10 രൂപ കണ്ട് കൊടുത്തായിട്ടോ. ഞങ്ങളുടെ കൂടെ ഉള്ളവന്മാരൊക്കെ ബാക്കി അവിടെ നിന്ന് എണീക്കണേ ഉള്ളൂ. ഞങ്ങൾ നേരത്തെ പോയി ഉള്ള പരിപാടിയാണ്. ഓക്കെ,
ഞങ്ങളിപ്പോൾ വണ്ടി അടിച്ച് മരിക്കാൻ പോവുകയാണ്. രാവിലെ തന്നെ നല്ല കലക്കൻ ഇതട്ടോ ആൾക്കാരട്ടോ. ഗൈസ് അമ്പലത്തിൽ വന്നപ്പോൾ ഞങ്ങൾ മയിലിനെ കണ്ടു. അത് പോയോ? അത് അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കണ്ട അവിടെ നിന്നുണ്ട്. എന്തുണ്ട് ഗൈസ്? ഇവന്മാരുടെ ദേശീയ വാഹനമാണിത്. ഗൈസ് പറ്റില്ലാത്ത പണിക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ. പണി അതെന്ത് പരിപാടി? ഗൈസ് ഞങ്ങൾ അകത്തേക്ക് പോവുകയാണ് കേട്ടോ. ആരാ ഓടി വരുന്നുണ്ട്? നമ്മൾ ഓടിക്കാണോ പറയുന്നത്? ഗൈസ് അമ്പലത്തിൻ്റെ അകത്ത് വരുമ്പോൾ തന്നെ നമുക്ക് ചെരുപ്പ് ഇതുപോലെ സേഫ് അടിക്കുന്ന സ്ഥലമുണ്ട്. ചെരുപ്പ് വന്നിട്ട് നമുക്ക് ഇവിടെ നിന്നൊരു കവർ കിട്ടും. ആ കവറിലിട്ടിട്ട് ഇവിടെ നമ്പേഴ്സിൽ നമ്മൾ ഹാങ് ചെയ്തിരുന്നു. എന്നിട്ട് ആ നമ്പർ അവരുടെ അടുത്ത് കൊണ്ടിട്ട് 50 രൂപ തോന്നണം, അത് പേയ്മെൻറ്റ് ചെയ്താൽ മതി. ഈ ചെരുപ്പ് സേഫ് ആയിരിക്കും. ഓക്കെ ഓവർ. ഗൈസ് ഞങ്ങൾ 4 ചെരുപ്പാണ് വെച്ചത്. ഞങ്ങൾക്കാണെങ്കിൽ 70 രൂപ ആയിട്ടുണ്ട്. 70 അല്ലേ? എത്ര പറഞ്ഞു? 20? അതെന്താ ഗൈസ്? ഞങ്ങൾക്ക് 20 ആയിട്ടുണ്ട്. എനിക്ക് തോന്നണേ ചെരുപ്പിൻ്റെ എണ്ണം കൂടുമ്പോൾ പൈസ കുറയുമെന്ന് എനിക്ക് തോന്നണം കേട്ടോ. ഗൈസ് നമുക്കറിയത്തില്ല. എന്തായാലും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ചെരുപ്പ് കൊണ്ടൊന്നും ഇവിടെ വെക്കാനുള്ള സ്ഥലമുണ്ട്. ഓക്കെ ഗൈസ് ക്യാമറ നോട്ട് അലൗഡ് എന്ന് പറഞ്ഞു. ക്യാമറ കൊണ്ട് വെക്കാൻ പോവാ. അതിനിവിടെ സ്ഥലമുണ്ട്. ചെയ്തുതരാം. എന്നാ ഉണ്ട്? ഹായ് എന്തുണ്ട്? ഹായ് നമസ്കാരം ഗൈസ്. ഞങ്ങളുടെ ഒന്നത്തേനും ഹായ്. 2 ടീംസിനെ കണ്ടു. ടീംസിനെ കണ്ടിട്ടോ. എന്താ വാട്ട് ഈസ് നെയിം? നൈസ് നെയിം. ഓക്കെ ആരൊന്നും അറിയില്ല കേട്ടോ. നമുക്ക് ഇങ്ങനെയൊക്കെ വർത്താനം പറഞ്ഞ് ഇവന്മാരായിട്ട് കള്ളം പിടിക്കാം. ചെരുപ്പിട്ടുകൊണ്ട് പോകണവരെ ഓടിക്കാൻ വേണ്ടി പാടിയായിട്ട് ഇവിടെ കുറച്ച് ആൾക്കാർ ഇരിപ്പുണ്ട് കേട്ടോ. ഇതാരോ ഗൈസ് എൻ്റെ കൂടെ വന്നവർ കേട്ടോ. പിന്നെ ഗൈസ് അവിടെ നിന്ന് കയറിയപ്പോൾ ഒരാൾ പറഞ്ഞു വീഡിയോ എടുക്കില്ലെന്ന്. എന്നെ കൊണ്ടത് പറ്റില്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ ഹിസ്റ്ററി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ചോളൻ എന്ന് പറഞ്ഞ ടീംസ് കിട്ടിയ സാധനമാണിത്. സിമ്പിളായിട്ട് പറഞ്ഞുതരാം, മനുഷ്യന്മാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞുതരാം. വലിയ ആഡംബര സാധനങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ അമ്മമാരും വേറെ ഏതോ ടീംസായിട്ട് യുദ്ധം ഉണ്ടായി. യുദ്ധത്തിന് ശേഷം അമ്പലങ്ങൾ വിളിച്ചു വെക്കൽ എന്നുള്ളൊരു സംഭവന്മാർ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അമ്പലങ്ങൾ വിളിച്ചിട്ടില്ല. ഇതൊരു 1000 വർഷം പഴക്കമുള്ള അമ്പലമാണെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. പിന്നെ എന്താ ഹായ് നമസ്കാരം, ഐക്യ മീഡിയയിലേക്ക് സ്വാഗതം. ഈ തലയിലൊക്കെ എന്തൊക്കെയുണ്ട് കേട്ടോ. പിന്നെ എന്താ അങ്ങനെയൊക്കെ ഇത് കുറച്ച് ആൾക്കാർ അവിടെ ഇരിക്കട്ടെ. ഇതൊക്കെ കാണാൻ നല്ല രസമുണ്ട്. എൻ്റെ തലക്കം കുറേ ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഈ കൊച്ചിനാരെ ഓടിക്കുന്നത് അവനെന്നെ അങ്ങനെ നോക്കിയേ. ഗൈസ് മുണ്ടെടുക്കറിയാൻ പാടാത്ത വലിയൊരു പോരായ്മ തന്നെയാണ്. പാവാട പോലെ ആയി പോയിട്ടുണ്ട്. ഇപ്പോൾ എന്നെ വീട്ടിൽ പോയിട്ട് അവിടെ റൂമിൽ പോയിട്ട് പാൻറ് ഇടാത്തൊരു സമാധാനം കിട്ടാനുള്ള. ഗൈസ് ഞങ്ങളുടെ കൂടെ ഉള്ള തന്നെയാണ് വേറെ ആൾക്കാർക്ക് ഫോട്ടോ എടുത്ത് കൊടുക്കുന്നുണ്ട്. ഗൈസ് നമുക്ക് പരിചയം കാണാം കേട്ടോ. നല്ല രസമാണ് ഇവിടെ വന്ന്. ഇവന്മാരെ ഒച്ചപ്പാടില്ലാലാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്തത്. മലയാളികളും മിണ്ടാണ്ടിരിക്കും. ഇവന്മാരും കാറിലും പോകില്ല കണ്ടോ കേട്ടോ. ഇതൊക്കെയാണ് ഇവിടുത്തെ സീൻ കേട്ടോ. മുമ്പ് ഫോട്ടോഗ്രാഫി എടുക്കും കേട്ടോ. ഇത് ഇവിടെ ഞങ്ങളുടെ ഗ്യാങ്ങുണ്ട്. പുറത്തുണ്ട്. വെയിൽ വന്നു തുടങ്ങി. ഞങ്ങളും കുറച്ച് ഫോട്ടോ എടുക്കേ. ഇങ്ങനെ കുറേ സാധനങ്ങൾ കാണാം കേട്ടോ. പിന്നത് പശു. ഈ പ്രാവെന്ന് പറഞ്ഞവനാണെങ്കിൽ ഉണ്ടല്ലോ, ഇതിൻ്റെ അകത്ത് കയറുമ്പോഴത്തേനും ഗ്യാങ്ങായിട്ട് നിന്നിട്ട് അവന്മാർ ഒരു സൗണ്ട് ഉണ്ടാക്കും. നമ്മളൊക്കെ ഇതെന്നായി കേൾപ്പിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ചുറ്റും മയിലൊക്കെ ഉണ്ട്. ഒച്ചപ്പാടിൻ്റെ അവിടെ മൊത്തം. എനിക്ക് വ്ലോഗെടുത്ത് വൈകിട്ടാക്കുന്നുണ്ട്. നേരെ ഞാൻ ക്യാമറ വളരെ അധികം ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കപ്പോൾ പൊളിയുണ്ടാവില്ലേ? ഗൈസ് പിന്നെ ഇവിടെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. വായിക്കാറിയിട്ടില്ല. ഗൈസ് പിന്നെ
ഇവിടെ ഒരു പശുവോ എന്താ ഇതാരീ ഓടണേ. എല്ലായിടത്തും ഉണ്ടോ? നമ്മൾ ചില കല്യാണത്തിനൊക്കെ ഇതുപോലെ ഒരു അവാർഡ് പിള്ളേരുണ്ടാവും, ഓടി നടക്കും അങ്ങോട്ട്. അവിടെ നേരെ ബെല്ലടിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ എന്തൊക്കെ സാധനങ്ങൾ കിട്ടും, നിങ്ങൾക്ക് ഗൂഗിൾ പേ വെച്ച് ആ സാധനം വാങ്ങാൻ പറ്റും കേട്ടോ. പിന്നെ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞായിരുന്നു ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് തഞ്ചാവൂർ എങ്ങനെ പോകണമെന്ന് ഞാൻ കാണിച്ചു തരാണ്. നടപടിയുള്ള കേസല്ല, നിങ്ങൾ റീൽസിലൊക്കെ കാണും അങ്ങനെ പോവാം ഇങ്ങനെ പോകണമെന്ന്. ഇവിടെ ഫുഡിനുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല പൈസയാവും. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞല്ല, ഞാൻ തിരിച്ചെടുത്തിരിക്കുന്നു. ഓക്കെ, ബാഹുബലി. മരത്തിൻ്റെ ചുവട്ടിലൊക്കെ നമുക്ക് ഇങ്ങനെ കാണാനൊക്കെ പറ്റും. 2 പഴമുണ്ട്, പിന്നെ ഇതുണ്ട്. എന്താ സംഭവം ഒന്നും പറയാൻ അറിയത്തില്ല കേട്ടോ. പിന്നെ സുഹൃത്തുക്കളെ, ഇതാണ് മറ്റേ സാധനം, വിമാന സാധനം. ഇതെന്താ പറയുമല്ലോ, എന്താ 90 ആനയുടെ സാധനമാണോ, 90 ആനയുടെ ടണ്ണുണ്ടെന്നോ, അങ്ങനെ 20 ആനയുടെ വെയിറ്റോ, അതിന് എന്തൊക്കെയുണ്ട് കറക്റ്റ് അറിയില്ലാത്തതുകൊണ്ടൊന്നും പറഞ്ഞ് മണ്ടത്തരം പറയാനുള്ള. ഗൈസ്, പമ്പം കാറ്റാണ്, കാറ്റ് ഞങ്ങളെ പുറകോട്ട് വലിക്കുകയാണ്. ഞങ്ങൾ മുമ്പോട്ട് തന്നെ പോവുകയാണ്. ഗൈസ്, എക്സ്ക്ലൂസീവ് ന്യൂസ്, ഗോവിന്ദചാമി ഓടുകയാണ് സുഹൃത്തുക്കളെ. ഗൈസ്, ഞങ്ങളുടെ കൂടെ ഉള്ളവരൊക്കെ നല്ല സഹായിക്കാനുള്ള മനസ്സുള്ളവരാണ്. ഞങ്ങളാണെങ്കിൽ വഴിയെ പോകുന്നവർക്കൊക്കെ ഫോട്ടോ എടുത്ത് കൊടുക്കുന്നുണ്ട്. ഫുൾ വേണോ? ഫുൾ സൈസ് തമിഴ് പറടാ. ഫുൾ സൈസ് എടുത്ത് കൊടുക്കണം. അതല്ല ഫുൾ സൈസ് ചുമ്മാ അണങ്ങി പോരാ. ഹലോ, നമ്മൾ അമ്പലത്തിന് നൈസായിട്ട് ഇറങ്ങി അടുത്ത സ്പോട്ടിലേക്ക് പോകാൻ പോകും. അതിന് മുന്നേ ആദ്യം പോയി ഡ്രസ്സൊക്കെ വലിച്ചൊരു കയറിയിരുന്നു. ഈ സാധനം നമുക്ക് പെട്ടെന്ന് പരിപാടിയില്ല. ആറാട്ട് കൈപിടിച്ച് കേറ്റിയ താരം അത് AJP അല്ലേ? അപ്പൊ സൂപ്പർ സ്റ്റാർ അല്ലേ? AJP അല്ലേ? ടിവിയിൽ ആയാലും AJP അല്ലേ? യൂട്യൂബിലായാലും AJP അല്ലേ? ഇന്റർവ്യൂല് ആയാലും AJP അല്ലേ? എല്ലാ സിനിമാ നടന്മാർക്ക് മുകളിലല്ലേ AJP അല്ലേ? ആരൊക്കെ വന്നാലും ആരൊക്കെ പോയാലും. ഞങ്ങള് വന്ന വണ്ടി നട റോഡ് സ്റ്റക്കായി പോയി. ഇയാളാണ് പെട്രോൾ കണ്ടുപിടിച്ചില്ലായിരുന്നു. പാളി എല്ലാരും ഇറങ്ങി തള്ളേണ്ട അവസ്ഥയായി. ഇപ്പൊ പുള്ളി ഇങ്ങോട്ട് പറയും നൈസായിട്ട് ഇറങ്ങി നടന്നോളാൻ പറയേ. ബീസ് ഇങ്ങനെയാണ് ഞാനാണ് റീൽ കണ്ട് എവിടെ വന്നാലും ഇതാണ് അവസ്ഥ. ഞാൻ റീൽ കണ്ടിട്ട് വരാട്ടുമേട് പോയപ്പോൾ അവിടെ മൊത്തം വരൾച്ചയായിരുന്നു. ഗൈസ്, ഫൈനലി ഞങ്ങൾ ഒരു ഹോട്ടലിൽ പോയി ഇറങ്ങിയിരിക്കുകയാണ്. അതാണ് ഞങ്ങളുടെ വണ്ടി. പക്ഷെ ഞങ്ങളുടെ അല്ല, ഞങ്ങൾ വന്ന വണ്ടി. ഇവിടെയാണ് ഞങ്ങൾക്ക് സ്റ്റേ ചെയ്ത്. റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെ കേട്ടോ. ഞങ്ങളിപ്പോൾ ഇറങ്ങാൻ പോവുകയാണ്. എന്താ, ഇവിടെ ഒരു പയ്യനുണ്ട്, പൊഗളേസനോ എന്തോ തമിഴ് നെയിമാണ്. അപ്പോൾ അവനാണ് ഞങ്ങൾക്കെല്ലാം സെറ്റ് ചെയ്ത് തന്നെ. ഞങ്ങൾ 13 പേരുണ്ടായിരുന്നു. ഞങ്ങൾക്ക് 13 പേർക്ക് എന്താ AC റൂം 6000 രൂപയ്ക്കാണ് സെറ്റ് ചെയ്ത് തന്നു കേട്ടോ. നല്ലൊരു മനുഷ്യൻ. ഓക്കെ, നമ്മൾ പോകാൻ നേരത്തെ ഹോട്ടൽ തന്നെ നമ്മളോട് വെച്ചു നിങ്ങൾക്ക് എങ്ങനെ പസ ഇവിടെ ബാഗി പണ്ട പോട്ടിരിക്കുകയാണ്. ഞാനപ്പോൾ പറഞ്ഞു നമ്മളെത്ര ലുക്കായിട്ട് നീറ്റായിട്ട് കേരളത്തിൽ ഇറക്കാറുള്ളത്. അതുകൊണ്ട് നമ്മളിങ്ങനെ പറഞ്ഞാൽ തഞ്ചാവൂര് ഈ സാധനത്തിന്റെ പേരെന്താ? ബസ് കയറി അടി കിട്ടുവാണെങ്കിൽ കൊള്ളാൻ ഞങ്ങൾ തയ്യാറാണോ? ഗൈസ്, അപ്പോൾ വ്ളോഗ് അവസാനിപ്പിക്കാൻ പോകണം. ഞങ്ങൾ വേറെ സ്ഥലത്തൊക്കെ വന്നു, പക്ഷേ ഇവിടെ ചിലടത്ത് ക്യാമറ അലോഡല്ല. പിന്നെ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് എന്തെങ്കിലും കാണാം. ഓക്കെ, ഡൺ. നമ്മൾ
ലോഡി എത്തിയിട്ട് പെരിയ വണ്ടിക്ക് ഇനി നമ്മുടെ ഹോട്ടൽ തന്നെ കേട്ടിട്ട് നമ്മ ബാഗി പാണ്ട നീ തമിഴ് പറഞ്ഞ നീ പറ നമസ്കാരം അതാ ചോദിച്ചു നമ്മളോട് നിങ്ങളെല്ലാവരും എത്ര സെറ്റപ്പായിട്ട് ഡ്രസ് ചേട്ടാ ഹലോ ഓർമ്മ പഠിച്ചാൽ